അപ്പൊ അഹങ്കാരത്തിന്റെ പരമോന്നതയിലേക്ക് എത്തി നിലകൊണ്ടു ഫിർഔൻ ലഅനത്തുള്ളാഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിർഔനെ കുറിച്ച് വിശാലമായി പറയുന്നുണ്ട്. ശതമാനവും അഖ്ബാറാണ്, ചരിത്രങ്ങളാണ്. ഇത് പറയുമ്പോൾ ജനങ്ങളുടെ ഹൃദയാന്തര ഖുസൂസിൽ ഖസസ ലഅല്ലഹും യതദക്കറൂൻ. മുൻഗാമികളാകുന്ന മഹത്തുക്കളുടെ ചെന്ന സമയത്ത് ശവക്കോട്ടയെ കൊണ്ട് അടക്കുമ്പോൾ നല്ല വസ്ത്രം ധരിപ്പിച്ച് കാര്യപ്പെട്ട ആഭരണങ്ങളൊക്കെ ഇട്ടിട്ടായിരിക്കും അടക്കുക. അപ്പൊ ശവക്കോട്ട തുറന്നിട്ട് അതിലുള്ള ആഭരണങ്ങൾ കയ്യേറുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് ശവക്കോട്ടയ്ക്ക് ഒരു കാവൽ. നമ്മുടെയൊക്കെ പള്ളിക്കാട്ടിൽ കാവലേ വേണ്ട, കാരണം ഇട്ടുകൊണ്ട് പോകുന്ന ഡ്രസ്സാകാം 3 ജോഡിയാണ്. ഇത് വീട്ടിലുണ്ട്, ഇതിനേക്കാൾ നല്ലത് വീട്ടിൽ വെച്ചിട്ട് പിന്നെ കക്കാൻ പോകേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് ശവക്കോട്ടയിൽ കൊണ്ടുപോയി കാവൽ നിർത്തുകയാണ്. ഈ കാവലിന്റെ ജോലിയാണ് ആദ്യമായിട്ട് ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി റസാസിം എന്ന് പറയുന്ന വ്യക്തി ആദ്യം ഏറ്റെടുക്കുന്ന ജോലി. അതാ ഇറാഖുകാരനാണ് അവൻ. അസ്ലി ഇറാഖിൽ നിന്നാണ് ഈജിപ്തിലേക്ക് വന്നത്, കുടിയേറി പാർത്തവനാണ്. അപ്പൊ അഹങ്കാരത്തിന്റെ പരമോന്നതയിലേക്ക് എത്തി നിലകൊണ്ടു ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി. വിശാലമാണ് ചരിത്രം, ചുരുക്കി പറയാൻ ഒരുപാട് പറയാനുണ്ട്. ഖുർആനിന്റെ വിവിധ സൂക്തങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിർഔനെ കുറിച്ച് വിശാലമായി പറയുന്നുണ്ട്. കാരണം വലിയ പഠിക്കേണ്ട ഒരു പാഠമാണ് അവൻ. ഖുർആനിൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെയല്ല. ഖുർആനിൽ 100% ഇത്തരത്തിലുള്ള അഖ്ബാറുകളാണ്, നല്ല നല്ല ചരിത്രങ്ങളാണ്. 10% അഹ്കാമുള്ളൂ. നിസ്കരിക്കും, നോമ്പ് പിടിക്കൽ, സകാത്ത് കൊടുക്കൽ, കള്ളു കുടിക്കരുത്, വ്യഭിചരിക്കരുത് എന്ന് തുടങ്ങിയതാകുന്ന കൽപ്പന നിരോധന ക്രിയകളുള്ളത് 10%. ബാക്കി 90% അഖ്ബാറാണ്, ചരിത്രങ്ങളാണ്. ഇത് പറയുമ്പോൾ ജനങ്ങളുടെ ഹൃദയാന്തരങ്ങളിൽ ചലനം സൃഷ്ടിക്കും. അതിനാണത് ഈ ചരിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് നാം വിവരിക്കുന്നത് എന്തിനെന്നറിയുമോ ഹബീബേ? ഹൃദയത്തിൽ തറയ്ക്കാനാണ്. മുൻഗാമികളാകുന്ന ആളുകൾ ഈ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണേ റസൂലേ. ഫഖുസുസിൽ ഖസസ ലഅല്ലഹും യതദക്കറൂൻ. മുൻഗാമികളാകുന്ന മഹത്തുക്കളുടെ ചരിത്രം, മുൻഗാമികളാകുന്ന തമ്മാടികളാകുന്ന ആളുകളുടെ ചരിത്രം ഈ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണേ റസൂലേ. എന്തിനെന്നറിയുമോ? അവർ ഗുണപാഠം ശ്രദ്ധിക്കാനാണ്. സാലിഹീങ്ങളുടെ ചരിത്രം പറയുമ്പോ അത്തരത്തിൽ ആവണേ അല്ലാ, എനിക്കാവണേ അല്ലാ, എന്നെയും കുടുംബത്തെയും അത്തരത്തിലുള്ള സാലിഹീങ്ങളെ ചേർക്കണേ അല്ലാ. തമ്മാടികളും റൗഡികളുമാകുന്ന ആളുകളെ പറയുമ്പോ അല്ലാഹുവേ പടച്ചറപ്പേ, അവരെ പോലെ മോശപ്പെട്ടതാകുന്ന നന്ദികേടിന്റെ വക്താക്കളാക്കി ഞങ്ങളെ നീ മാറ്റരുത് അല്ലാ. ഞങ്ങളെ സാലിഹീങ്ങളോടൊപ്പം ചേർക്കണേ അല്ലാ. ഇത് ജനങ്ങൾക്ക് സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ടാ പരിശുദ്ധമായ ചരിത്രങ്ങൾ ഈ ഉമ്മത്തിന് വിവരിക്കേണ്ടത് എന്ന് പരിശുദ്ധമായ ഖുർആൻ. ഫിർഔനിന്റെ ചരിത്രം പ്രിയപ്പെട്ടതാകുന്ന മുസ്ലിമേ, മുസ്ലിമത്തെ, പതിയാങ്കര ഉസ്താദിന്റെ സവിധത്തിലേക്ക് 18ാമത്തെ ഉറൂസോടനുബന്ധിച്ചുകൊണ്ട് ഒരുമിച്ച് കൂടിയിട്ടുള്ള സത്യവിശ്വാസിനികളെ പഠിച്ചു വെക്കണേ. ദുനിയാവ് ആഗ്രഹിച്ചുകൊണ്ട് നടക്കല്ലേ, വല്ലാതെ ആഗ്രഹിച്ചു പോയവനാണ് ഫിർഔൻ. ദുനിയാവിന്റെ പിറകെ ഓടുകയാണ്. ആരായിരുന്നു ഫിർഔൻ? ഫിർഔനിന്റെ തുടക്കം എങ്ങനെയാണ് അറിയണ ഈ ഉമ്മത്ത്. ഫിർഔൻ എന്ന് പറയുന്ന ഈ റസാസിം എന്ന പേരുള്ള റംസീസ് രണ്ടാമൻ എന്നൊക്കെ ഓമന പേരിൽ അറിയപ്പെടുന്ന ഈ മനുഷ്യൻ അവൻ ഈജിപ്തിലേക്ക് വരുമ്പോൾ അന്നുള്ളതാകുന്ന ഭരണാധികാരി ഈജിപ്തിലെ ഫറോവയുടെ മുന്നിൽ കൈനീട്ടി ഓച്ചാനിച്ച് നിന്നിട്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ തരണമെന്ന് പറഞ്ഞ് ഇറാഖി എന്ന് പറയുന്നതാകുന്ന രാജ്യത്തിൽ നിന്ന് പട്ടിണി മൂലം, ദാരിദ്ര്യം മൂലം കുടിയേറ്റക്കാരനായിട്ട് നമ്മുടെ നാട്ടിലേക്ക് ബംഗാളികളൊക്കെ വരുന്നത് പോലെ ജോലിക്ക് വേണ്ടി വന്നുകൊണ്ട് ഒരു ജോലി തരണേ എന്ന് കേണപേക്ഷിച്ചുകൊണ്ട് ഫറോവയുടെ മുന്നിൽ ഈജിപ്തിന്റെ അക്കാലഘട്ടത്തിൽ ഭരണാധികാരിക്ക് മുന്നിൽ ഓച്ചാനിച്ചു നിന്ന മനുഷ്യന് ശവക്കോട്ടയുടെ കാവൽ കൊടുക്കുകയാണ്. ശവക്കോട്ടയുടെ കാവൽ. കാരണം എന്തുകൊണ്ട്? അന്നും ഇന്നത്തെ പോലെയാണ്. അടക്കുന്ന സമയത്ത് ശവക്കോട്ടയെ കൊണ്ട് അടക്കുമ്പോൾ നല്ല വസ്ത്രം ധരിപ്പിച്ച് കാര്യപ്പെട്ട ആഭരണങ്ങളൊക്കെ ഇട്ടിട്ടായിരിക്കും അടക്കുക. അപ്പൊ ശവക്കോട്ട തുറന്നിട്ട് അതിലുള്ള ആഭരണങ്ങൾ കയ്യേറുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് ശവക്കോട്ടയ്ക്ക് ഒരു കാവൽ. നമ്മുടെയൊക്കെ പള്ളിക്കാട്ടിൽ കാവലേ വേണ്ട, കാരണം ഇട്ടുകൊണ്ട് പോകുന്ന ഡ്രസ്സാകാം 3 ജോഡിയാണ്. ഇത് വീട്ടിലുണ്ട്, ഇതിനേക്കാൾ നല്ലത് വീട്ടിൽ വെച്ചിട്ട് പിന്നെ കക്കാൻ പോകേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് ശവക്കോട്ടയിൽ കൊണ്ടുപോയി കാവൽ നിർത്തുകയാണ്.
ഈ കാവിരിന്റെ ജോലിയാണ് ആദ്യമായിട്ട് ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി റസാസിം എന്ന് പറയുന്ന വ്യക്തി ആദ്യം ഏറ്റെടുക്കുന്ന ജോലി ഏതാ? ഇറാഖുകാരനാണ് അവൻ. അസ്ലി ഇറാഖിൽ നിന്നാണ് ഈജിപ്തിലേക്ക് വന്നത്, കുടിയേറി പാർത്തവനാണ്. അങ്ങനെ അവിടെ വന്ന് ഏകനായി വന്നവൻ അവസാനം അവിടുന്ന് പിന്നീട് അധികാരത്തിന്റെ പരമോന്നത പദവിയിലേക്ക് എങ്ങനെ എത്തി? ആളുകളെ കൊണ്ടുവന്ന് നടക്കുമ്പോ ശവക്കോട്ടയിലേക്ക് പിന്നെ അടക്കുമ്പോ പതുക്കെ പതുക്കെ അവൻ അവിടുത്തെ മെയിൻ ആളായി മാറി. വരുന്നവരുടെ കയ്യിൽ നിന്ന് ഓരോ ദിർഹം വെച്ച് വാങ്ങാൻ തുടങ്ങി. ഒരാളടക്കുമ്പോൾ ഒരു ദിർഹം കിട്ടണം, കൈക്കൂലി. അങ്ങനെ കൈക്കൂലി വാങ്ങിച്ച് നിലകൊള്ളുന്ന സമയത്ത് നാട്ടിൽ വലിയൊരു വസൂരി വീടുകൾ. വസൂരി വന്നവരുടെ 10,000-കണക്കിന് ആളുകൾ മരിക്കാൻ, ഒറ്റയടിക്കുണ്ടാകുന്ന മരണം, ആളുകൾ വന്ന് പെട്ടെന്നുണ്ടാകുന്ന മരണം, കബറടക്കുന്ന പ്രഥമ ശുശ്രൂഷകളും കാര്യങ്ങളും ഒക്കെ ഇവനാണ് നടത്തുന്നത്. എല്ലാവരെയും കൊണ്ടുവന്ന് അടക്കം ചെയ്യുന്നു. അടക്കം ചെയ്യുമ്പോൾ ന്യായമായിട്ട് കൈക്കൂലി ഓരോരുത്തരത് വാങ്ങാൻ. കാരണം കബറടക്കാൻ സ്ഥലമില്ല, അടക്കം വേണോ, എന്നാ ഇത്ര തരണം. 1 വാങ്ങിച്ചുകൊണ്ടിരുന്നോ 10 വാങ്ങാൻ തുടങ്ങി. നൊടിയിടയിൽ സെക്കൻഡുകൾക്കുള്ളിൽ നാട്ടിലെ ഒരു പ്രമാണിയായി ആ ഒരൊറ്റൊരു വസൂരിയോടുകൂടി അവൻ മാറുകയാണ്. അവൻ വലിയതാകുന്ന ഒരു ധനാഠ്യ പദവിയിലേക്ക് വന്നു. ഉള്ളതുകൊണ്ട് വീണ്ടും കാശെറിഞ്ഞ് അവൻ വീണ്ടും ഉന്നത പദവിയിലേക്ക് എത്താണ്. ചെറിയ തോതിൽ കൈക്കൂലി കൊടുത്ത് പട്ടാളത്തിൽ കയറിപ്പറ്റി. അക്കാലഘട്ടത്തിലെ ഫറോവ ചക്രവർത്തിയുടെ പട്ടാളത്തിലേക്ക് കയറിപ്പറ്റി. പട്ടാളത്തിലേക്ക് കയറി ഓരോ പടിപടിയായിട്ട് അതിന്റെ മുകളിലുള്ള സ്ഥാനങ്ങൾ അവൻ ആഗ്രഹിക്കുകയും കൊതിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്തു. അശ്രാന്ത പരിശ്രമത്തിനൊടുവിൽ കൈക്കൂലി കൊടുത്ത് പട്ടാള മേധാവിത്വത്തിലേക്ക് അവൻ വന്നു. ആ സമയത്താണ് രാജാവിന് രോഗം മൂർച്ഛിച്ചത്. രാജാവ് രോഗം മൂർച്ഛിച്ച് മരണപ്പെട്ടു പോയി. അധികാരത്തിന്റെ പരമോന്നത പദവി കൈക്കലേന്താൻ ഇനി ഇതിനേക്കാൾ നല്ല അവസരമില്ല എന്ന് മനസ്സിലാക്കിയവൻ പട്ടാളത്ത് മുഴുവൻ ചേർത്ത് നിർത്തിയിട്ട് ഒരു വലിയതാകുന്ന സമരമുറയ്ക്ക് തയ്യാറായി. അധികം താമസിക്കേണ്ടി വന്നില്ല. അവന്റെ കൗശല ബുദ്ധിയും കുതന്ത്രവും എല്ലാം കൂടി പരിശ്രമിച്ചപ്പോ അവൻ ഏകാധിപതിയായി, സ്വേച്ഛാധിപതിയായി ഫറോവ ചക്രവർത്തി പദത്തിലേക്ക് ഇറാഖിൽ നിന്ന് വന്നതായ ഒരു പാവപ്പെട്ട ദരിദ്രനാകുന്ന ബാലൻ പിൽക്കാലത്ത് ലോകമറിയപ്പെട്ടതാകുന്ന ഒരു ഉന്നതനായ വ്യക്തിത്വത്തിലേക്ക് ഉന്നതനാകുന്ന സ്ഥാനത്തിലേക്ക് മാറുക. ഫിർഔൻ എന്ന പദവിയിലേക്ക് അറിയപ്പെട്ട ഫിർഔൻ റസാസിം രണ്ടാമൻ, റംസീസ് രണ്ടാമൻ ഉന്നതനായ വ്യക്തിയായി മാറി. അങ്ങനെയാണ് അവൻ അധികാരത്തിലേക്ക് വരുന്നത്. ഒന്നും അല്ലായിരുന്നു, 0. ഇന്നത്തെ കൗമിൽ അങ്ങനത്തെ ആൾക്കാരുണ്ട്. ഒന്നും ഇല്ലായിരുന്നു. അവസാനം ഇച്ചിരി 5 ലക്ഷം രൂപ അവിടെ എറിഞ്ഞ് പലിശക്ക് എറിഞ്ഞ് കാശ് കുറച്ചും കിട്ടി. പരിപാടി കൂടുതൽ ഉണ്ട്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന പരിപാടിയാണെന്ത്? 5 ലക്ഷം രൂപ എടുത്ത് കച്ചവടത്തിനെറിയ എന്ന് പറഞ്ഞാൽ എങ്ങനെ? അതിന് ഇത്ര രൂപ നിശ്ചിത ശതമാനം എനിക്ക് കിട്ടണമെന്നുള്ളതാകുന്ന വ്യവസ്ഥയോടുകൂടി മാസത്തിൽ എനിക്ക് 50,000 കിട്ടണം എന്നുള്ളതാകുന്ന ഒരു നിശ്ചിത തുകയോടുകൂടി ഈ ബിസിനസ്സിൽ പാടില്ല. നിന്റെ ഉംറ തന്നെ നിഷിദ്ധമാണ്. ഹലാലായ സമ്പാദ്യത്തിലൂടെ അല്ലാതെ ഹജ്ജിനോ ഉംറക്കോ മുഅ്മിനായ മനുഷ്യ നിന്റെ വീട്ടിലുള്ളതാകുന്ന പാനീയങ്ങൾക്കോ ഒരു കാര്യത്തിനോ നീ സമ്പത്ത് ചെലവഴിക്കരുത്. തീർത്തും ഹലാലാവൽ നിർബന്ധമാണ്. ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, മാനബത മിനൽ ഹറാം ഫന്നാറു ഔലാ ബിഹി. പലിശയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പണവുമായി വീട്ടിലേക്ക് അരിയുമായി കടന്നു വരുന്ന സഹോദര, നിന്റെ അരിയാഹാരം കഴിക്കുന്ന പാവപ്പെട്ട വാപ്പയില്ലേ, പ്രായം ചെന്നതായ ഉമ്മയില്ലേ, വീടിനകത്തളത്തിൽ നിലകൊള്ളുന്നതായ മുല കുടിക്കുന്ന പ്രിയപ്പെട്ട പൊന്നുമോളില്ലേ, അവൾ എന്ത് പിഴച്ചു പ്രിയപ്പെട്ട വാപ്പ? നീ ചെയ്യത്തമ്മാടിത്തരത്തിന് അവർ കൂടി നരകത്തിലാണ്. ഫന്നാറു ഔലാ ബിഹി. നരകവുമായി ബന്ധപ്പെട്ടതാകുന്ന ശരീരമാണ് അവരുടെ ശരീരമെന്ന് ഹബീബുനാ ശഫീഉനാ പോകുമ്പോ കടലിന്റെ അടിയിലേക്ക് മത്സ്യം തേടിക്കൊണ്ട് പോകുമ്പോ പാവപ്പെട്ടതാകുന്ന സഹോദരിമാർ വീടിന്റെ ഉമ്മറത്ത് നിന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്, ഇയ്യാകും വകസബൽ ഹറാം. കടലിന്റെ അടിയിലേക്ക് മത്സ്യബന്ധനത്തിന് പോകുന്ന പ്രിയപ്പെട്ട ഭർത്താവേ, കടലിനോട് മത്സരിക്കാൻ പോകുന്ന ഭർത്താവേ, ഇയ്യാകും വകസബൽ ഹറാം. പ്രവാസ ലോകത്തേക്ക് പോകുന്ന പ്രിയപ്പെട്ട ഭർത്താവേ, നിങ്ങൾ ഹറാം കൊണ്ടുവരരുതേ. ഫൈനാ നസ്ബിറു അലൽ ജൂ വലാ നസ്ബിറു അലൻ നാർ.
ഞങ്ങൾ വിശപ്പിന്റെ മേൽ ക്ഷമിക്കാൻ തയ്യാറാ, ഞങ്ങൾ നരകത്തിന്റെ മേൽ ക്ഷമിക്കാൻ തയ്യാറല്ല. ഹറാം സമ്പാദിച്ചു കൊണ്ടുവന്ന് അതിലൂടെ ഞങ്ങൾ കന്നമൂട്ടിയാൽ ഞങ്ങളും നരകത്തിന്റെ വിറകൊള്ളികളാ. നരകത്തിന്റെ മേൽ ക്ഷമിക്കാൻ ഞങ്ങൾക്ക് പറ്റൂല. ഫൈനാ നസ്ബിറു അലൽ ജൂ, മാസങ്ങൾ പട്ടിണി കിടക്കാൻ ഞങ്ങൾ റെഡിയാണ്. നിങ്ങൾ ഗൾഫിലേക്ക് പോയി, നിങ്ങൾ മത്സ്യബന്ധനത്തിന് പോയി, നിങ്ങൾ തിരിച്ചു വരുമ്പോ വെറും കൊട്ടയോടുകൂടിയാണ് വന്നിട്ടുള്ളത്. മത്സ്യമില്ല, സമ്പത്തില്ല. ഞങ്ങൾക്ക് പ്രശ്നമല്ല. കാരണം ഹലാല് മാത്രമേ ഭുജിക്കാവുള്ളൂ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതല്ലേ. മോശപ്പെട്ട സമ്പാദ്യവുമായി നിങ്ങൾ കടന്നു വരരുതേ. ദാരിദ്ര്യമാണോ? ഞങ്ങൾ ക്ഷമിക്കാൻ റെഡിയാണ്. നരകം വിലക്ക് വാങ്ങിക്കൊണ്ടുവരരുതേ. ഭർത്താക്കന്മാരോട് ഭാര്യമാർ പറഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് എവിടേക്കാണ് സമൂഹം പോയത്?